നമ്മുടെ ലാൽ സാറ് ഇപ്പൊ ബ്ലാക്ക് സിനിമയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വില്ലനാണ് ചെയ്തത്, ഡെവിൻ കാർലോസ് പടവീടൻ. അപ്പം അതും പിന്നെ അത് കഴിഞ്ഞ് പൊന്നിയൻ സെൽവനിൽ അദ്ദേഹം സീരിയസ് ആകുമ്പോൾ അത് കോമഡിയായി മാറിയ, അറ്റ്ലീസ്റ്റ് നമുക്കൊക്കെ കോമഡി ആയിട്ട് മാറിയ ഒരു അനുഭവം. അപ്പോൾ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ ക്ലൈമാക്സ്, ബ്ലാക്ക് സിനിമയിലെ ക്ലൈമാക്സ് സീനിലെ നമ്മുടെ ലാൽ സാർ, നീ പറഞ്ഞ ബീതാർന്ന കൂരൊട്ടി അകത്ത് തുടങ്ങുമ്പോ കൈ കരുതാറ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാപിറ്റലായിട്ട് ആത്മവിശ്വാസം, പിന്നെ ലഹരിയോടുള്ള അടങ്ങാത്ത ആർത്തി. എനിക്ക് ലഹരി അധികാരമായിരുന്നു. ഭരിക്കാൻ, ശിക്ഷിക്കാൻ, ഒരു പട്ടണത്തിലെ ഏത് മനുഷ്യജീവന്റെയും തലവര മാറ്റാൻ കഴിയുന്ന അധികാരത്തിന്റെ ലഹരി. എന്നോട് നീ ഇതെല്ലാം വെച്ചിട്ട് പോവാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഡെവിൻ കാർലോസ് എന്ന മാനസാന്തരം എന്ന മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു എന്ന് ബോർഡ് വെക്കണോ? അപ്പൊ ഇതേ അദ്ദേഹം തന്നെ നമ്മുടെ പൊന്നിയൻ സെൽവൻ 2, വിക്രം അഭിനയിച്ച പൊന്നിയൻ സെൽവൻ 2, അതിന്റെ ക്ലൈമാക്സിൽ അത് നമുക്ക് സബ് ടൈറ്റിൽ ഇട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പം ഇങ്ങനെ വിക്രം ഇവിടെ മരിച്ചു കിടക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ നമ്മളെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ലാൽ സാറിന്റെ ശബ്ദം, നമുക്ക് പരിചയമുള്ള ലാൽ സാർ അവിടെ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്നും മനസ്സിലായില്ല. അത് ട്രിവാൻഡ്രത്താണ് കണ്ടത് നമ്മള്. അന്നേരം സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് എന്താ സംഭവിച്ചത് എന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല.